ഇപ്പൊ മിക്ക ആളുകളുടെയും വീട്ടിൽ ഇതേപോലെ സോളാർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ സോളാർ ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിലും ഈ സാധനം ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ സോളാറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണം ഉണ്ട്. ഇപ്പൊ നമുക്കിത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിൽഡിങ്ങിന്റെ മുകളിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇതുകൊണ്ട് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ നിയോൺ ബോർഡുകൾ വലിയ നല്ല എമൗണ്ട് കൊടുത്ത് നമ്മൾ ബോർഡുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ബോർഡിൽ പൊടിയും കച്ചറായി കഴിഞ്ഞാൽ ബോർഡ് ക്ലാരിറ്റി ഉണ്ടാവില്ല, അതിൽ ലൈറ്റ് ഇട്ടാലും ബോർഡ് ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മെയിൻ ഇതിന്റെ ഉപയോഗം വരുന്നത് ഇതുപോലെ സോളാറുകൾ ഫിക്സ് ചെയ്ത വീടാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുറന്ന് മേടിച്ചു വെച്ചോ. ഇപ്പൊ നമുക്ക് വേനൽക്കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സോളാറിന്റെ ഉപയോഗം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പവർ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. സോളാറിൽ പൊടി അതേപോലെ കച്ചറയും കുടുങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് കുറയും. ശരിക്കും നമ്മൾ സോളാർ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമോ അതല്ലെങ്കിൽ മിനിമം ഒരു 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സോളാർ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് അതിന്റെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ശരിക്കും അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള വുഡ് പിക്കർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇത് ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടിന്റെ മുകളിലാണ് ഉള്ളത്. നമ്മളിത് എത്ര വർഷമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്? ഇതിപ്പോ ഇവിടെ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. ഈ വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ലെങ്ത് മാക്സിമം എത്ര കൂട്ടാൻ പറ്റും? 18 അടി വരെ. 18 അടി, അതായത് 6 അടിയാണ് ഒരു പീസ് അല്ലേ? ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം ഒരു ഷീറ്റ് വരുന്നത് 8 അടിയാണ്. 8 അടിയാണ്. 16ന്റെ വരുമ്പോ 18 അടി മിനിമം നമുക്ക് വേണം. 2 പീസ് ആണെന്നുണ്ടെങ്കിൽ 18 അടി വേണം എന്തായാലും വേണം. അപ്പോഴാണ് നമുക്ക് ആ തലക്കിന്ന് ക്ലിൻ ചെയ്ത് വരാൻ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെ ഇതിന്റെ വർക്കിംഗ് കറക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പ്രത്യേകത നമുക്ക് വെള്ളം പാകത്തിന് ഉപയോഗിക്കാം. അതായത് വെള്ളം നമുക്ക് ഇത് വെള്ളം ഹോസാണോ? വെള്ളം ഹോസാണ്. അതായത് നമ്മളിത് ഇവിടെ വെള്ളം കണക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടെ നമുക്ക് പാകത്തിന് വരും. അതായത് നമുക്ക് നീട്ടി കൊണ്ടുപോയിട്ട് അവിടെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നേരെ കിട്ടും, ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു പൈപ്പാണ്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് വെള്ളം കൊടുക്കാം അല്ലെ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല വെള്ളം വരുമ്പോൾ. ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് അല്ലെ? തീർച്ചയായിട്ടും. ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ, ഇതിന് ഏകദേശം 3.5 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഉത്സവ പറമ്പാണ്. ആ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണും കൂടിയില്ല. കാരണം അങ്ങനെ പൊടിയാവും. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ ഒരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ട് നമ്മളിതിന്റെ ആളെന്നെ നമ്മളോട് ഇപ്പൊ ഇളവമടം പറയാം, ഇവിടെ ഒരു ഫേമസ് ഒരു വീടാണ്. അപ്പൊ ഇത് ചെയ്യാനൊരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് എന്നോട് പറഞ്ഞ അങ്ങനെ നമ്മൾ ഇത് ഒരെണ്ണം ഉണ്ടാക്കി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഓക്കെ. അപ്പൊ ഇതേമാതിരി ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ട് നോക്കും. ഒരു വർഷമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു വർഷമായി നമ്മളിത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതേമാതിരി നമുക്ക് ഇത് വരും, സെപ്പറേറ്റ് വരും. ഇതിൽ നമുക്ക് വൈപ്പർ ക്ലീനറും നമുക്ക് അഴിച്ചെടുത്തൂടെ? തീർച്ചയായിട്ടും ഇത് നമുക്ക് അഴിച്ചെടുക്കാം. ഇതാണ് ഇവിടെ ഇങ്ങനെ നോക്കുക. ഈ സാധനം ഇത് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാം. അതായത് ഇപ്പൊ ചളി നല്ല ഇതുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് നേരെ ക്ലീൻ ചെയ്ത് രണ്ടാമത് വീണ്ടും പിന്നെ അങ്ങനെ വൈപ്പറും ഇതിന് വൈപ്പറിന്റെ ആവശ്യമില്ല. അത് ചില ഗ്ലാസുകളൊക്കെ ചിലതിന് നല്ല ഉച്ചക്ക് ഈ ബിൽഡിങ്ങിന്റെ ഗ്ലാസിനൊക്കെ വേണ്ടിട്ടല്ലേ? അപ്പൊ ഇതിന് നമുക്ക് ഈ ബ്രഷും വെള്ളം മതി. ഇത് ഇതേമാതിരി നമ്മള് ഫിക്സ് ചെയ്ത് അമർത്തി വെക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആയി. ഓക്കെ. പിന്നെ നമ്മൾ നേരെ ഓസ് കണക്ട് ചെയ്യണം. ഇവിടെ ഇതിന് കൺട്രോളർ ഉണ്ട്. വെള്ളം നമുക്ക് ഓഫ് ചെയ്യാൻ ഇതിനുള്ള കൺട്രോൾ ഇവിടെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരെ നമ്മുടെ ഓസ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. നമുക്ക് ഇതേമാതിരി തന്നെ ഏത് പൊടി പിടിച്ച സോളാർ പാനലായിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, നെയിം ബോർഡുകളൊക്കെ ആയിട്ട് സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. നമ്മുടെ മേത്ത് വല്ലാണ്ട് അഴുക്കാവില്ല. ഒരുപാട് കാലത്ത് ഉപയോഗിക്കാന്നുള്ളതാണ്. കുറേ കാലത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒക്കെ നല്ല ക്വാളിറ്റിക്കുള്ള സാധനം. അപ്പൊ ഇത് കണ്ടല്ലേ, നല്ല പൊടിയല്ലേ? നമുക്കിത് ആ തലക്കിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് വരാം. ഇത് ജസ്റ്റ് ഇങ്ങനെ മെല്ലെ വെള്ളടിച്ച് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ബ്രഷ് കൊണ്ട് അതൊക്കെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമുക്ക് ഒരു തലക്കിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോരാം. വെള്ളം കുറവ് മതി. മറ്റേത് നമ്മൾ വെള്ളം തവണേൻ്റെ പോരും. മറ്റേതാകുമ്പോൾ നമുക്ക് കഴുകലും വളരെ കുറച്ച് വെള്ളം മതി അല്ലേ? വെള്ളം കുറച്ച് മതി. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഇത് 18 അടി ഉണ്ട്, 12 അടി ഉണ്ട്. അതിൽ 12 അടി വരുമ്പോൾ നമുക്ക് ഏകദേശം വരുന്നത് 3500 രൂപയും. അപ്പൊ ഞങ്ങൾ 6500 രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ് ഈ സാധനം, ഈസി ക്ലീനിങ് സ്റ്റിക്ക്. ഇത് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സെയിലായി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊരു ഓഫർ ലെവലിലാണ് കൊടുക്കുന്നത്. 4900 ഞങ്ങളിത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റൂട്ടിൽ ആണ് ഞങ്ങളുടെ കട വരുന്നത്. ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മേടിക്കേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം. ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ സർവീസ് വഴി ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. കേരളത്തിലെ വഴി നമുക്കിത് എത്തിച്ചു തരാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷാമ്പൂ ബോട്ടിലുണ്ട്. വേണ്ടവർക്ക്, വേണ്ടാത്തവർക്ക് ഇതുണ്ട്. ഷാമ്പൂ ബോട്ടിലിന് എക്സ്ട്രാ ചാർജ് വരും.
ഇത് നമുക്ക് ഇതിൽ ഷാമ്പു ആവശ്യത്തിന് നിറച്ച് നമ്മൾ ഇതേമാതിരി ഫിറ്റ് ചെയ്യാം. ഇത് നമുക്ക് അതിന് എക്സ്ട്രാ ഹോസ് വരുന്നുണ്ടല്ലോ, എക്സ്ട്രാ ഹോസ് വരുന്നുണ്ട്. ഷാമ്പു ബോട്ടിൽ ആവശ്യം എല്ലാവർക്കും വരില്ല, ആവശ്യമുള്ളവർക്ക് മാത്രം നിർത്താൻ മതി. ഷാമ്പു ബോട്ടിൽ അധികം വരുമ്പോൾ 500 രൂപയും കൂടി അധികം വരും. അപ്പം ഇതിൻ്റെ താഴെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു തരും.